ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ലോങ് ടൈമാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോണ വഴിക്ക് റെയിൽവേ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗൈസ്, ഞങ്ങൾ പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ജനറലാണ് കയറിയത്. ഗൈസ്, വലിയൊരു അബദ്ധമായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. നോമ്പ് കൊടുത്ത് ആകെ തളർന്നപ്പോൾ നമ്മളിവിടെ വന്നത് തൃശ്ശൂരാണ്. കാണാൻ വന്ന ആളെന്ന് പറയുമ്പോൾ അല്ലുവാണ്. ഗൈസ്, കുറേ നാൾക്ക് ശേഷം കാണുന്നു. അങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കാണാൻ ഇച്ചാപ്പായെ കാണാൻ, ബാബുവിനെ കാണാൻ പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ വന്നു. അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊരിച്ചതും ജ്യൂസും ചായയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല. കാര്യം അത്ര തളർന്നു പോയിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ അടിച്ചു, അത്ര ചൂട് കഴിച്ച് പുറത്ത്. അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വരാനും അവളെ ഞങ്ങളിങ്ങനെ നിർബന്ധിച്ചിട്ട് വിളിച്ച് വരുത്താനും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സ്കൂളിൽ പ്രോഗ്രാമാണ്. അപ്പോൾ അവളുടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വിളിച്ച് വരുത്തിയത്. അങ്ങനെ വന്ന് ഞങ്ങൾ നോമ്പിൻ്റെ ക്ഷീണം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അല്ലു കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പാട്ടുള്ളതുകൊണ്ടാണ് ഈ സൗണ്ട് വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. അങ്ങനെ അച്ചാക്ക് ഭയങ്കര നാണം ക്യാമറ കാണിച്ചത്, പക്ഷേ എന്നാലും ഞാൻ എടുക്കും. അങ്ങനെ വീഡിയോസൊക്കെ അച്ചായൊക്കെ എടുത്ത് പിന്നെ ഞാനിങ്ങനെ ഒരു ടോപ്പൊക്കെ കൊണ്ടുവന്നാൽ അച്ചായ കൊടുക്കുക. അപ്പോൾ അച്ഛ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ നിന്ന് കുറേ പെർഫ്യൂംസ് കളക്ഷൻ. കൊച്ചാപ്പ ഇഷ്ടംപോലെ പെർഫ്യൂംസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് കൊടുത്തയക്കുന്ന ആളാണ്. അപ്പം ഇത് അടിപൊളി സ്മെല്ലായിരുന്നു. കേസ് നമുക്ക് മയോപ്പിന്ന് പിടിച്ച പെർഫ്യൂമിൻ്റെ അതേ സ്മെല്ലായിരുന്നു ഇതിന്. അങ്ങനെ കുറച്ചൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് രണ്ടെണ്ണമൊക്കെ ഞങ്ങൾ എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളത്തേക്കും അല്ലു ആണെങ്കിൽ മറ്റേ ഓർബിസ് എന്നാണ് ഇനി പറയുന്നത് ഗൈസ്. പക്ഷേ ഞങ്ങളൊക്കെ പണ്ട് ജെല്ല് അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തുവാ നിൻ്റെ പേരെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പണ്ട് കണ്ടേനും പിന്നെ ഇത് കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇതൊക്കെ വിട്ടു. അന്നേരമൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിലേക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി അതൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളത്തേക്കുള്ള കാര്യവും അല്ലുവിന് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നാളെ പോണേൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആണെങ്കിൽ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് കൊഞ്ച് ബിരിയാണിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുതന്നെ ബൗലിനും ഭയങ്കര ഇഷ്ടമാണ് ഈ കൊഞ്ച് ബിരിയാണി. അതുകൊണ്ടിട്ട് തന്നെ അച്ഛൻ കൊഞ്ച് ബിരിയാണി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുറേ ഞാൻ കഴിച്ചിട്ടുണ്ട്. ആസ്വദിച്ച് അതും കഴിച്ച് പിന്നെ അല്ലുവിൻ്റെ ആക്ഷൻ സോങ്ങിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ഞാൻ ഒരു ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ കഴിച്ച ബ്രെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് തന്നെ വീണ്ടും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.